അല്ല ഈ തീർത്ഥത്തിൻ്റെ രണ്ട് ഇടുങ്ങിയ സ്ഥലത്തൂടി നമ്മൾ യാത്ര ചെയ്തു കേട്ടോ. കൈനരി ടെർമിനലിൽ പോവല്ലേ, കാണാൻ പറ്റും. എന്നിട്ട് നമ്മൾ വേറെ ഇപ്പുറം വഴിയാണ് നമ്മൾ പോകുന്നത്. ശരിക്കും എനിക്ക് തോന്നുന്നു ഈ ഒരു ഗ്രാമത്തിന്റെ എല്ലാ അന്തരീക്ഷം കിട്ടുന്ന റൂട്ട് ഇത് തന്നെയാണ് അല്ലേ അല്ലേ? ശാന്തമായ കായലിലൂടെ യാത്ര ചെയ്തു, ഇത് ചെറിയ വഴികളിലൂടെയൊക്കെ യാത്ര ചെയ്ത് ഗ്രാമീണ അന്തരീക്ഷങ്ങളൊക്കെ കണ്ട് ഇതിൻ്റെ ഒരു സൈഡ് നല്ല ഭംഗിയിലാണ്. എന്ത് ഭംഗിയാന്ന് നോക്കി എന്താ നമ്മുടെ വെള്ളത്തിൽ കൂടി പോകുമ്പോൾ ഒരു വശത്ത് പച്ചപ്പ്. ഹായ് നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് സീ കുട്ടനാട് എന്ന് പറയുന്ന ബോട്ടിലൂടെയുള്ളൊരു യാത്രയിലാണ്. അതായത് വെറും 60 രൂപയ്ക്ക് നമുക്ക് യാത്ര ചെയ്യാം. ഈ 60 രൂപ എന്ന് ഞാൻ പറഞ്ഞത് നമ്മളിതിൻ്റെ മുകളിൽ ഇരുന്നുള്ള നല്ല വിഷ്വൽസ് നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി, അതായത് ഒരു ടൂർ പോകുന്ന ഒരു ഫീല് മൊത്തം നമുക്ക് കിട്ടി യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 60 രൂപയുടെ ടിക്കറ്റ് വരുന്നത്. പണ്ട് ഇത് 40 രൂപയായിരുന്നു, ഈ കുറച്ച് നാളെ ആയിട്ടുള്ളൂ 60 രൂപയായിട്ട്. അതേസമയം നമ്മൾ താഴത്താണ് ഇരിക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാരും ഇരിക്കുന്നത്, അതായത് നമ്മുടെ ഈ നാട്ടിൻപുറത്തെ ഇതുകൊണ്ട് സ്ഥിരം യാത്ര ചെയ്യുന്ന ആളുകളെല്ലാം താഴത്ത് തന്നെയാണ് ഇരിക്കുന്നത്. അതിനെനിക്ക് തോന്നുന്നത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അത് 20-25 രൂപ ചെറിയ എമൗണ്ട് മാത്രമേ അവിടെ ഇരിക്കുന്നതിനുള്ളൂ. ഇതിന് ഇപ്പം മറ്റേ ഇത് കണ്ടോ, നമ്മുടെ വിദേശ സ്ഥലത്ത് നിന്ന് 2 സായിപ്പന്മാരും അതുപോലെ നമ്മളെപ്പോലെ സ്ഥലം കാണാൻ വേണ്ടി വരുന്ന ആളുകളൊക്കെയാണ് ഇതിൻ്റെ മുകളിൽ സീറ്റ് ഉറപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് 60 രൂപ ചാർജ് വരുന്നത്. എങ്കിൽ പോലും വൺ സൈഡ് 1 മണിക്കൂർ യാത്രയാണ് നമുക്ക് ഈ കുട്ടനാടിലൂടെ തന്നെ ലഭിക്കുന്നത്. അതായത് 2 സൈഡും നല്ല ഭംഗിയുള്ള ചെറിയ ഈ തോട് പോലുള്ള കായൽ, അത് പോകുന്ന വഴി നമുക്ക് പുന്നമട കായൽ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലെയും പല ഗ്രാമീണ അന്തരീക്ഷങ്ങളും നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഈ റൂട്ടിലൂടെ. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നത്തെ ഈ എപ്പിസോഡ് ഉൾപ്പെടുത്തുന്നത് ഇതുവഴിയുള്ള കാഴ്ചകളും യാത്രകളൊക്കെയാണ്. അപ്പോൾ ഞാൻ മൻസൂർ മുഹമ്മദ്, ട്രിപ്പ് ട്രാവലറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് ബസ് സ്റ്റാൻഡ് മോട്ടിയെട്ടിയാണ് കേട്ടോ. അതായത് നമ്മുടെ ജെട്ടിയിൽ നിന്ന് തൊട്ടിപ്പുറത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡ് ഉള്ളത്. അവിടെയും ഇതിന് സ്റ്റോപ്പുണ്ട് കേട്ടോ. ഇതിനൊന്നല്ല, അത്യാവശ്യം എല്ലാ ബോട്ടിനും അവിടെ സ്റ്റോപ്പ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. റെസ്ക്യൂ ആൻഡ് ഡൈവ്, മറ്റേ ഇവരുടെ നമ്മുടെ ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെയൊക്കെ പവലിയനും കാര്യങ്ങളൊക്കെയാണ് ഇത് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇത് കണ്ട ഇത്ര മാത്രം നമ്മൾ അവിടെ അപ്പുറത്തെ വശത്ത് ഷിക്കാർ വള്ളങ്ങളാണ് കണ്ടതെങ്കിൽ ഇവിടെ മൊത്തം ഹൗസ് ബോട്ടുകളുടെ കലവറയാണ്. പുന്നമടയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് നമ്മൾ 60 രൂപ കൊടുത്ത് നമ്മൾ ഈ ഒരു ടിക്കറ്റ് എടുത്താലുള്ള ഗുണമെന്ന് പറയുന്നത്, ഇത് കൈനകരിയിലേക്കാണ് ഈ ബോട്ട് പോകുന്നത്, സീ കുട്ടനാട് പോകുന്നത്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ഒരു വശത്തേക്ക് പോകുന്ന റൂട്ടിൽ കൂടിയല്ല നമ്മൾ തിരിച്ചു വരുന്നത്. അതായത് 2 റൂട്ടിൽ 2 എക്സ്പീരിയൻസ്, 2 വഴികളിലെ എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു വെറും 60 രൂപ കൊടുത്ത് ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ്. 2 അപ്പോൾ നമ്മൾ ഇനി പോകുന്ന ഏത് റൂട്ടാണ്? കന്നിട്ട വഴി. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നത് മംഗലശ്ശേരി, പാണ്ടിശ്ശേരി. അപ്പം പുന്നമട വഴിയല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇനി തിരിച്ചു പോകുമ്പം പുഞ്ചിരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ടോ? അതിൻ്റെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ സ്ഥലത്തിന്? വിളക്കുമരം, പുഞ്ചിരി, അങ്ങനെ 3. അതായത് നമ്മൾ ആലപ്പുഴയിൽ നിന്ന് നേരെ പോരുന്ന വഴിയിലുള്ള 3 സ്റ്റോപ്പാണ്. സീറോ, അതായത് ആദ്യം നെഹ്റു, അത് കഴിഞ്ഞ് സീറോ, അത് കഴിഞ്ഞ് വിളക്കുമരം, അത് കഴിഞ്ഞ് പുഞ്ചിരി. പിന്നെ നമ്മൾ ആദ്യം അകം വഴിയുള്ള റൂട്ടിൽ വന്നപ്പോഴാണ് നമ്മൾ ഫിനിഷിംഗ് പോയിന്റ് വഴി പോയി, സ്റ്റാർട്ടിംഗ് പോയിന്റ് വഴി പോയി, സോമൻചേട്ടി വഴി കറങ്ങി അഴിത്തോട് കായലിൽ ചാടിയിട്ട് നമ്മൾ കുപ്പപ്പുറം സ്കൂൾ വഴിയാണ്
വന്നത് രാവിലത്തെ ട്രിപ്പ് വന്നത്. പിന്നെ നമ്മൾ തിരിച്ചു പോകുമ്പോൾ എന്ന് പറയുമ്പോൾ ഇവിടെ കന്നിട്ട് വഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈനടി ടെർമിനൽ വഴി കടന്ന് നമ്മൾ കൈനടി ടെർമിനലിൽ പോകും അല്ലേ, കാണാൻ പറ്റും. എന്നിട്ട് നമ്മൾ വേറെ ഇപ്പുറം വഴിയാണ് നമ്മൾ പോകുന്നത്. സാമിച്ചിറ അങ്ങനെ കയറിയാണ് കന്നിട്ടേക്ക്. ശരിക്കും എനിക്ക് തോന്നുന്നു ഈ ഒരു ഗ്രാമത്തിന്റെ എല്ലാ അന്തരീക്ഷം കിട്ടുന്ന ഒരു റൂട്ട് ഇത് തന്നെയാണ് അല്ലേ അല്ലേ? ഈ മറ്റു ബോട്ടുകളൊന്നും പോവാത്തൊരു റൂട്ടല്ലേ ഇത്? നമുക്ക് ഇപ്പൊ അല്ലാതെ തന്നെ നമുക്ക് നെടുമുടി ഉണ്ട്. ഇവിടുന്ന് പിന്നെ നേരെ നമ്മൾ പോയ നേരെ തന്നെ പോകുമ്പോൾ നെടുമുടി ഉണ്ട്. പിന്നെ അല്ലാതെ അകത്തേക്ക് കയറി കഴിയുമ്പോൾ വേണാട്ടുകാട്, നായൽപ്പുറം ഇതിലേക്കുള്ള ഏറ്റവും കൂടുതൽ സർവീസ് നമ്മുടെ ഉണ്ട്. ആലപ്പുഴ തന്നെയുണ്ട് അല്ലേ? ഇതിന് ശരിക്കും ഫുള്ള് നിറച്ച ആൾക്കാരൊക്കെ വരാറുണ്ട് ശനി ഞായർ ദിവസങ്ങളൊക്കെ ഇല്ലല്ലോ? ഉണ്ടാവും അല്ലേ? ഇട ദിവസവും കൂടി എക്സാമൊക്കെ ഉണ്ടല്ലേ? വിദേശികളൊക്കെ ചിലവ് കുറച്ച് നമുക്ക് കയറാൻ പറ്റുന്ന റൂട്ടായതുകൊണ്ട് അല്ലേ? ശരി. മാഡത്തിൻ്റെ പേരെങ്ങനെയായിരുന്നു? സൗമ്യ അല്ലേ? ഇപ്പം എത്ര വർഷമായി എംപ്ലോയ്മെൻ്റ് അല്ലേ? ഇവിടെ നേരത്തെ വേറെ മുഹമ്മദ് അല്ലായിരുന്നു. ശരി, ഓക്കെ തന്നെ. ഇതുണ്ട് ഒരു മൃഗാശുപത്രി പോകുന്ന നോക്കിയേ, സഞ്ചരിക്കുന്ന മൃഗാശുപത്രി. എനിക്ക് തോന്നുന്നു ഈ ഓരോ ദ്വീപുകളിലും അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർക്ക് അവിടെയുള്ള മൃഗങ്ങളുടെയൊക്കെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളതായിരിക്കാം. ഇതൊരു വേറൊരു വൈബാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ വെറും 60 രൂപ. ഞാനത് എടുത്തെടുത്ത് പറയണം. കാരണം മറ്റ് ഹൗസ് ബോട്ടുകളിലെ അല്ലെങ്കിൽ അതുപോലെ നമ്മൾ സർക്കാരിൻ്റെ തന്നെ പല ബോട്ടുകളുണ്ട്. അതിനൊക്കെ കൊടുക്കുന്ന പൈസ വെച്ച് നമ്മൾ നോക്കുമ്പോൾ 400-600 രൂപയ്ക്ക് വേഗ അതുപോലുള്ള ബോട്ടുകളുണ്ട്. അതുകൂടാതെ മറ്റ് നമ്മൾ പ്രൈവറ്റ് ബോട്ടുകൾ എടുത്താൽ അതിനേക്കാൾ എത്രയോ 10 മടങ്ങ് നമ്മൾ കൊടുക്കേണ്ടി വരും. പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ ഈ വെറും 60 രൂപ കൊടുത്ത് ഇതിൻ്റെ മുകളിൽ, ഈ ബോട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ടുള്ള ഈ ഒരു യാത്ര അല്ലെങ്കിൽ ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമാണ്. ആലപ്പുഴക്കാരായ എനിക്ക് ഇതിൻ്റെ ഒരു സുഖം കിട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ മറ്റ് ജില്ലകളിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെയുള്ള ആൾക്കാരുടെ അവർക്ക് കിട്ടുന്ന ഒരു സുഖമെന്ന് പറയുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് നമ്മൾ പറയുന്നതിനേക്കാൾ അപ്പുറമായിരിക്കും. ഇത് ഈ സ്ഥലം കണ്ടത്, ഇവിടെ നമ്മളൊരു ഈ കുരിശടിയും ആ ഒരു പാലമൊക്കെ ഇവിടെ വെച്ച് നമ്മൾ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. പുന്നമട എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ നമ്മളവിടെ കാണിച്ചിട്ടുള്ളതാണ്. ഇതുകൊണ്ട് അങ്ങ് അകലെ ആയിരക്കണക്കിന് ഹൗസ് ബോട്ടുകളാണ് കിടക്കുന്നത്. 1-2 അല്ല, ഇങ്ങനെ ഒരു സൈഡ് എടുക്കുമ്പം തന്നെ അതിൽ ഇങ്ങനെ ഇതുണ്ട് 5-6 ബോട്ടുകൾ അടുക്കിയടിക്കുകയാണ്, വള്ളങ്ങൾ അടുക്കിയടിക്കുകയാണ് ഇട്ടിരിക്കുന്നത്. പല ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനവധി ഹൗസ് ബോട്ടുകളുണ്ട്. ഈ ഹൗസ് ബോട്ടുകളൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പം റേറ്റ് കുറച്ച് കിട്ടാൻ ഏറ്റവും നല്ലത് ഇട ദിവസങ്ങൾ നമ്മൾ എടുക്കുന്നതാണ്. അതായത് ശനി ഞായർ ദിവസങ്ങളും മറ്റ് അവധി ദിവസങ്ങളിലൊക്കെ നല്ല റേറ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും. പക്ഷേ ഒരുപക്ഷെ ഇട ദിവസങ്ങളിലൊക്കെ ആകുമ്പോൾ അതിനേക്കാൾ ഒത്തിരി വ്യത്യാസം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു ഭാഗത്ത് ഫുള്ള് റിസോർട്ടുകളാണ് കേട്ടോ. അതായത് നമ്മളിപ്പം നമ്മുടെ ടൗണുകളിലൊക്കെ താമസിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ എപ്പോഴും ഈ തിരക്കുകൾ ആയിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള വെറും നിസ്സാര ചിലവിൽ ഈ ഒരു യാത്ര ഒരു ദിവസം രാവിലെ വരിക, അതായത് 10:45 നമ്മൾ ആലപ്പുഴ ബോട്ട് കെട്ടിൽ നിന്ന് ഈ സീ കുട്ടനാട് എന്ന് പറയുന്ന ഈ ബോട്ട് പുറപ്പെടും. 10:45, ചിലപ്പോൾ 5 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വൈകുമായിരിക്കും. ഇങ്ങോട്ടല്ല, അങ്ങോട്ട് ചിലപ്പം വൈകാൻ സാധ്യതയാണ്. 10:50 ആകും. ഇന്ന് എടുത്തപ്പോൾ 10:49, 10:50. പക്ഷെ 10:45 നമ്മളോട് വരിക. വന്നു കഴിയുമ്പോൾ ഈ ബോട്ട് വളക്കുന്നതും ഒക്കെ കാണാം. മാത്രമല്ല ഒരു ദിവസം നമ്മൾ ഈ ശാന്തമായ അന്തരീക്ഷത്തിലൂടെ അല്ലെങ്കിൽ ഈ ശാന്തമായ കായലിലൂടെ യാത്ര ചെയ്ത് ഇത് ചെറിയ വഴികളിലൂടെയൊക്കെ യാത്ര ചെയ്ത് ഗ്രാമീണ അന്തരീക്ഷങ്ങളൊക്കെ കണ്ട് നാട്ടുകാരെയൊക്കെ കണ്ട് ഇങ്ങനെ നല്ല സന്തോഷത്തിലൂടെ നമ്മൾ വരുമ്പോൾ തീർച്ചയായും തിരിച്ചെത്തുമ്പോൾ എത്ര തിരക്കുകളോ അല്ലെങ്കിൽ എത്ര ടെൻഷനുകളുണ്ടെങ്കിലും നമുക്കൊരു റിലീഫ് കിട്ടാനായിട്ട് വളരെ ഗുണകരമാണ് ഇതുപോലുള്ള യാത്രകൾ. അപ്പം നിസ്സാര ചിലവിൽ യാത്രകൾ എന്ന് പറയുന്നത് എപ്പോഴും ഉദ്ദേശിക്കുന്ന പോലെ ഞാൻ പലപ്പോഴും ചോദിക്കുമ്പം 5000, 10000 അല്ല 10000 രൂപ വേണ്ടേ, 5000 രൂപ വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയും. പക്ഷേ അതൊന്നും വേണ്ട, നമുക്ക് ചെറിയ ചിലവിൽ യാത്ര ചെയ്യാം. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇത്. കായൽ യാത്ര ചെയ്യുന്നതിന് ഹൗസ് ബോട്ടിൽ മാത്രം യാത്ര ചെയ്താൽ കായൽ കാണുമോ അല്ലെ
കാഴ്ചകൾ കാണുന്നില്ല. ചിലപ്പോൾ അതിനേക്കാൾ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ നമുക്ക് ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കും. അപ്പോൾ ഇത് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോ, നിങ്ങൾക്കിത് ഗുണം ചെയ്യും ഈ ഒരു റൂട്ട്. 2 പേരുടെ ടിക്കറ്റാണ് കേട്ടോ, 120 രൂപ. അതായത് ഒരാൾക്ക് 60 രൂപ ആണ് ചാർജ്. ആലപ്പുഴ മുതൽ കൈനകരിയിലെ ഒരു സ്ഥലം, അവരൊരു സ്ഥലം പറഞ്ഞായിരുന്നു. കണ്ട് ഇതുപോലെ ഓരോ സ്റ്റോപ്പുകളിൽ ചെഗ്വേര ബോട്ട് കെട്ടി കേട്ടോ. എങ്ങനെയുണ്ട്? CPM-ൻ്റെ നല്ലൊരു ഇതുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. ഇത് കണ്ടോ, ഇതുപോലെ ഒരു വള്ളം കിടക്കണം നോക്കിയേ, വെട്ടി തുറന്നു വെച്ച പോലെ. അതെനിക്ക് തോന്നുന്നു ഉപയോഗിക്കാത്ത ആണെന്ന് തോന്നുന്നു. ഇതിനിടയ്ക്ക് ചെറിയ വള്ളങ്ങളും ഷിക്കാർ വള്ളങ്ങളും ഒക്കെ നമുക്ക് കാണാം കേട്ടോ. ഇത് കണ്ടോ, ഇതുപോലെ ചെറു ബോട്ടുകളും ഇതിനോടൊപ്പം ഉണ്ട് കേട്ടോ. ഇത് കണ്ട, ഓരോ കൃഷി കഴിയുമ്പോഴും നെൽകൃഷി ചെയ്യുന്നവർ അത് കഴിയുമ്പം അടുത്ത കൃഷിക്ക് മുമ്പായിട്ട് ആ പാടം കത്തിച്ച് കളയും. പാടം കരിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ട്. എല്ലായിടും ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ചിലയിടത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് അവിടെ ആ കണ്ട ദൃശ്യം എന്ന് പറയുന്നത്. ഇത് കണ്ട, കൊച്ചു കൊച്ചു വീടുകളും. ഇത് കൂടുതലും ഇവിടെ കക്ക നീറ്റുന്ന ആൾക്കാരാണ് കേട്ടോ. കണ്ട, എല്ലാം ഇതുണ്ട്. അമ്മച്ചിയൊക്കെ കുറച്ച് കക്കായൊക്കെ ഉള്ളെങ്കിലും അത് എന്താ ഇവിടെ എല്ലാവരും ഈ ഭാഗത്ത് കൂടുതലും കക്ക നീറ്റുന്ന ആൾക്കാരാണ്. ഇവിടെ കാവുങ്കൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട് കേട്ടോ. കാവുങ്കൽ ശ്രീ ഭഗവതി ക്ഷേത്രമാണ്. അതായത് ഈ വരുന്ന വഴി കാവുങ്കൽ എന്ന് ഇതാണ്, കാവുങ്കൽ ബോട്ട് കെട്ടി. അതായത് അവർ പറഞ്ഞു ഈ സോമൻ ബോട്ട് കെട്ടി, അതുപോലെ തന്നെ കാവുങ്കൽ ബോട്ട് കെട്ടി, ഇങ്ങനെ കുറേ സ്ഥലങ്ങളിലൂടെയാണ് ഇത് യാത്ര ചെയ്യുന്നത്. തിരിച്ച് നമ്മൾ ഈ ബോട്ടിൽ വരുമ്പോൾ കൈനകരിയിൽ നിന്ന് തിരിച്ചു വരുന്നത് വേറെ റൂട്ടിലാണ് കേട്ടോ. ഒരിക്കലും നമുക്ക് ഒരേ യാത്ര തന്നെയാണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ തിരിച്ച് അപ്പുറത്തുനിന്ന് ബസ്സിൽ വേണേൽ പോരാമെന്നുള്ള ഒരു ചിന്ത വേണ്ട. കാരണം നമുക്ക് തിരിച്ച് കിട്ടുന്നത് വേറെ ഒരു യാത്രയും എക്സ്പീരിയൻസൊക്കെ തന്നെയാണ്. ഇവിടെയൊക്കെ ചെറിയ റിസോർട്ടല്ല, ചെറിയ ഹോട്ടലുകളൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ പ്രൈവറ്റ് ബോട്ടുകൾ അല്ല ഹൗസ് ബോട്ടുകളൊക്കെ കൊണ്ടുവന്ന് ചവിട്ടി കൊടുക്കുന്ന സ്ഥലമാണത്. ചെറിയ സ്നാക്സും കരിക്കുമൊക്കെ കുടിക്കാനായിട്ടൊക്കെ. ഇത് കണ്ട, 2 പേര് നിൽക്കുന്നത് ക്രിസ്റ്റി പെരേര ആൻഡ് ആൻഡ്രൂസ് ഡിസൂസ എന്ന് പറയുന്ന 2 ജർമ്മൻകാരാണ് ഇവിടെ ഇപ്പോൾ ഇരിക്കുന്നത്. അതുകൊണ്ട് അവിടെ നിന്ന് ചെറിയ വള്ളങ്ങൾ ആ കൊച്ചു സ്ഥലത്തേക്ക് കണ്ട, ചെറിയൊരു കൈത്തോട് പോലെ പോകുന്നു. എന്താ ഭംഗി നോക്കിയേ, വള്ളങ്ങൾ മാത്രം കയറുന്ന ആ സ്ഥലം കണ്ട. അതാണ് ഇതുകൊണ്ട് ഇവിടെ ഈ ഏരിയ ഫുള്ള് ഹോട്ടലുകളൊക്കെയാണ് കേട്ടോ. കുറേ കൊക്കുകളൊക്കെ കാണാവില്ല ആ ഭാഗത്ത്, മുഴുവൻ കൊക്കുകളൊക്കെയാണ് കണ്ട. നമ്മൾ ആ ചെറിയ ഇടുങ്ങിയ റൂട്ടിലൂടെ നിന്ന് നമ്മളിപ്പം നല്ല വിശാലമായ ഒരു കായലിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഒരു കായൽ എന്നല്ല, വിശാലമായ അന്തരീക്ഷത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. വേണ്ട, ഇത് കുപ്പപ്പുറം എന്ന് പറയുന്ന ബോട്ട് കെട്ടിയാണിത്. കുപ്പപ്പുറം ബോട്ട് കെട്ടി. ഇതുപോലെ ആൾക്കാർ ഇറങ്ങാനുണ്ട്. ഇത് നമ്മുടെ ചേർത്തലക്കാരനാണ് കേട്ടോ. അത് ആള് ഹേമേന്ദ്രൻ എന്ന ആളുടെ പേര്. അത് സ്കൂളാണ്, ചെറിയ സ്കൂളാട്ടെ. എന്താ ഭംഗിയെന്ന് നോക്കിയേ. നമ്മൾ ഈ ടൗണിലൊക്കെ താമസിക്കുന്ന ആളുകളൊക്കെ, അല്ലെങ്കിൽ നമ്മളല്ല, ഞാൻ ശരിക്കും ഗ്രാമപഞ്ചായത്തിലാണ് താമസിക്കുന്നത്. പക്ഷേ ഈ ടൗണുകളിലൊക്കെ താമസിക്കുന്ന ആളുകളിലൊക്കെ ഒരുപക്ഷെ ഇങ്ങനത്തെ ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു യാത്രയ്ക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് ശരിക്കും റിലാക്സ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമാണ്. അതായത് നമ്മളെ തിരക്കുകൾക്കിടയിൽ നിന്നൊക്കെ ഒരു സന്തോഷവും ഒരു റിലീഫും ലഭിക്കുന്നതിന് ഈ കാഴ്ചകളൊക്കെ ഗുണം ചെയ്യും. അത് കണ്ട, വലിയൊരു ഇതിനകത്തുള്ള പൂഴി, മറ്റേ പൂഴി കൊണ്ടുപോകുന്നത്, ചരക്ക് കൊണ്ടുപോകുന്നത്, അതുപോലത്തെ ബോട്ടാണ് കേട്ടോ. അതുകൊണ്ട് ഒരു ചെറിയ കുഞ്ഞു കൊച്ച് നമ്മളവിടെയൊക്കെ സൈക്കിൾ ചവിട്ടുന്നത് പോലെ, അല്ലെങ്കിൽ ചെറിയ പിള്ളേർ സ്കൂട്ടറൊക്കെ ഓടിച്ചെന്ന് പോണ പോലെയാണ്. അത് കണ്ടോ, ഒരു കൊച്ചു പയ്യനാണ് ആ ഓളത്തിൻ്റെ ഇടയ്ക്ക് നിന്നുകൊണ്ട് അവൻ ആ വള്ളം തുഴയണത്.
അത് ഈ ബോട്ട് പോകുന്നതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇത്ര തിര വരുന്നത്. നമ്മുടെ ഇവിടെയൊക്കെ ഈ സ്കൂൾ ബസ് നമ്മൾ കാണിയല്ലേ, ആ സ്കൂൾ ബസ് പോലത്തെ സ്കൂൾ ബോട്ടാണ് കേട്ടോ അത്. കണ്ടാ ചെറിയ ബോട്ട് കണ്ടോ, 1-2 ഞാനിപ്പോൾ കണ്ടു. അവർ ഏതൊരു സ്കൂളിലാണ്, അത് ഈ ബോട്ടിലാണ് ഈ കുട്ടികളെ മൊത്തം ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അത് മൊത്തം കുട്ടികളാണ് ഇങ്ങനെ ഓരോ ജെട്ടിയിൽ ഇങ്ങനെ ഇറക്കി കൊടുക്കും. സ്കൂളിൽ നിന്നൊക്കെ പഠിത്തം കഴിഞ്ഞ് പിള്ളേർ വന്നിരിക്കണോ നോക്കിയാൽ. കൈനഗിരി ടെർമിനൽ. അവിടെ മറ്റേ വള്ളവും ബോട്ടൊക്കെ വന്ന് അടുപ്പിച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് ആൾക്കാർ വന്ന് കയറുന്നത് കാണാം. ഇതുണ്ട് നല്ല, നമ്മൾ ആ ഇടുങ്ങിയ സ്ഥലത്തുനിന്ന് നല്ല വിശാലമായ ഒരു സ്ഥലത്തേക്ക് നമ്മളിപ്പോൾ വന്നിരിക്കുക കേട്ടോ. എന്താ ഭംഗിയെന്ന് നോക്കി, കുട്ടനാടിൻ്റെ എല്ലാ ഭംഗിയും ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കായൽ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു റൂട്ട് തന്നെയാണിത്. മാത്രമല്ല ഇതിപ്പോൾ നമ്മളിപ്പോൾ തിരിച്ച് റിട്ടേൺ ടിക്കറ്റ് എടുത്തു കേട്ടോ. ഇപ്പോൾ നമ്മൾ കൈനഗിരി എത്തി, കൈനഗിരിയിൽ നിന്ന് വീണ്ടും നമ്മൾ ആലപ്പുഴയ്ക്ക് ഇപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്നുണ്ടായിരുന്ന ഫ്രണ്ടിൽ നിന്നുണ്ടായിരുന്ന 2 പേര് അവർ കൈനഗിരിയിൽ ഇറങ്ങിപ്പോയി.